ഹലോ വല്ല അവല് സുബൈനേക്കാൾ മുമ്പ് കറക്റ്റ് പറയുകയാണെങ്കിൽ 4 മണിക്ക് കമ്പനിക്കാരൻ വിളിച്ചിട്ട് പറയുകയാണ് ഇനി ഒന്ന് അർജന്റായിട്ട് ഇങ്ങോട്ട് പോകാൻ. ഇത് ഷാഫിക്കൽ ചെറുപ്പം മുതലേ എല്ലാ തൊട്ടിത്തരത്തിനും നമ്മളെപ്പറയും കൂടെ എല്ലാ കമ്പനിക്കാരൻ. എന്നാലും ഇവൻ അർജന്റ് എന്ന് പറഞ്ഞിട്ട് ഏയാൻ പൊളിച്ചൊക്കെ ഉറക്കപ്പിച്ചാലുള്ള എന്നെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? വണ്ടിയിൽ മൂടിക്കട്ടിയ മണൽ കോഴിക്കോട് സൈറ്റ് തട്ടാൻ വേണ്ടിയിട്ടാണ്. പൊളിച്ചക്കുള്ള പോക്കായും കൊണ്ട് ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു. പോരാത്തതിന് കൊടുവള്ളി ഇങ്ങോട്ട് കഴിയാൻ നല്ല അടിപൊളി മഴയായിനെ. വണ്ടി പാഞ്ഞ് സൈറ്റിലെത്തി നോക്കുമ്പോ ആടൊരു മനുഷ്യരുമില്ല. ഒരു വിധത്തിൽ ചാവിയോ കണ്ടുപിടിച്ചേതായാലും പോരന്റെ നടുമുറ്റത്തൊക്കെ തന്നെ ഞങ്ങൾ ആ ലോഡ് തട്ടി ഗേറ്റും പൂട്ടി ചാവി ഏടനാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ നാട്ടിക്ക് തിരിച്ച് ആ ലോഡായിട്ട് തട്ടിക്കഴിഞ്ഞപ്പോ ഒരു സമാധാനം. പോരാത്തതിന് നേരവും പെടുത്തി. ഇനി നമ്മൾ സേഫാ. നല്ല റോഡ് ഏതായാലും കോഴിക്കോട്ടുകാർക്ക് അയച്ചിട്ടിരിക്കുന്നല്ലേ. എന്നാൽ ടോളും കൊടുത്ത് പോയാൽ ഏതായാലും പന്തീരങ്കാവ് ഏതായാലും അത് സ്റ്റാർട്ട് അയക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് കൂലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പിന്നെ വേറെ രൂപത്തിൽ മുതലെടുക്കാം. ഞാൻ പറഞ്ഞു പള്ളേ പൈക്കുന്നു ചായ പിടിക്കാനായിട്ട് നിർത്തണം. എന്നാലും നമുക്ക് അങ്ങനെ എവിടെങ്കിലും നിർത്തേണ്ട ആവശ്യമില്ല. നമ്മള് സദാന്തേട്ടന്റെ ഹോട്ടലുണ്ട് കാരന്തൂര്. അതിരാവിലെ തന്നെ ഇത്രയും ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കി സദാന്തേട്ടൻ കൂളായിട്ട് അവിടെ നിപ്പുണ്ട്. ഞങ്ങൾ ഏതായാലും വാട്ടർ സ്പെഷ്യൽ തന്നെ കഴിച്ചു. പുട്ടും ചെറുപയറും അതിലൊക്കെ ഒരു പപ്പടവും. മെയിൻ റോഡുമേ തന്നെ കാരന്തൂരിന് കോളേജ് റോഡുമേക്ക് കയറുന്നിടത്ത് തന്നെയാണ് ഹോട്ടൽ വരുന്നത്. അതിലെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറിയൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസും ടേസ്റ്റുവാ. ഞാൻ ഏതായാലും പുരയിലെത്തി എല്ലാവരും ഉറക്കുറങ്ങാൻ അടച്ചത് എന്നപ്പോഴത്തെ ഒച്ചപ്പാട്. ആ ലോട്ടറിക്കാരെ പോലെ വിളിച്ചു പറഞ്ഞെങ്കിൽ മനസ്സിലാക്കുന്നോ പോയ ചാടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നിക്കുന്നത്. പോകുന്ന വഴിക്ക് കണ്ണോത്ത ബേക്കറിയിൽ വന്ന് അച്ചപ്പമുണ്ട്, പിന്നെ നല്ല ചൂടുള്ള മുട്ടപ്പപ്സ് ഉണ്ട്, കുളിക്കാനുള്ള സാമഗ്രികളൊക്കെ ആയിട്ട് ഞങ്ങൾ എന്താക്കി നേരെ എത്തിപ്പെട്ടത് നമ്മളെ 10ാം കയത്തേക്ക്. മഴക്കാലം ഒന്നായിട്ട് പോയിട്ട് വെള്ളമൊക്കെ ഒന്ന് കുറയട്ടെ. ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ചാടാൻ പോകുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ കാണിച്ചിരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ അവിടെ എത്തി ഫസ്റ്റ് പരിപാടിക്ക് കൊടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് ചൂട് പോകുന്നതിന് മുമ്പ് പപ്സ് ഞങ്ങളായിട്ട് അകത്താക്കി. നാട്ടിലിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കമ്പനിക്കാർ കാണുന്ന സമയത്ത് എന്താ പരിപാടി ഒന്നുമില്ല എന്നാ ചാടാൻ പോകുകയല്ലേ എന്ന് പറയുന്ന കൂട്ടത്തിൽ പെട്ടോലാണ് ഞങ്ങൾ. നാട്ടിൽ വന്നു കഴിഞ്ഞാലും ഇനിയിപ്പോ ഇവിടെ ാണെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതി ആയിരിക്കുന്നു ഇപ്പൊ ചാടാൻ പറ്റുന്ന പറയുന്നത്. പോരാത്തതിന് നമുക്ക് മനസ്സിൽ നല്ല സന്തോഷം തരുന്ന പോലെ എപ്പോഴും വേണം. അപ്പൊ ഒക്കെങ്കിലും അടിപൊളിയാവില്ല. നിങ്ങൾ തന്നെ പറയും ഒക്കെ കഴിഞ്ഞ് ഞാൻ പറയൽക്കും എത്തി. ഞമ്മക്കെന്നാ പിന്നെ കാണട്ടോ.